യേശു പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 34-ാം വാക്യം. ക്ഷമ എന്ന രണ്ടക്ഷരം ആത്മാർത്ഥമായും ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാൻ പറ്റുന്നുണ്ടോ നമുക്ക്? അതിനുള്ള ഏറ്റവും വലിയ മാതൃകയാണ് ഈശോ. കാൽവരിയിൽ കുരിശിൽ കിടന്നുകൊണ്ട് സ്വന്തം അപ്പയെ നോക്കുന്ന ഈശോയും തൻ്റെ തിരുവിലാവ് കുത്തി മുറിവേൽപ്പിച്ചവനെ സ്വന്തം ചുടുചോരയും വെള്ളവും നൽകി സൗഖ്യം നൽകി സ്നേഹത്തോടെ മുറിവേൽപ്പിച്ചവനെ സ്വന്തമാക്കിയവനാണ് ഈശോ. വിശുദ്ധ മദർ തെരേസ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭക്ഷണം വാങ്ങാൻ കൈനീട്ടിയപ്പോൾ ഒരു കയ്യിൽ തുപ്പലേറ്റുവാങ്ങി, സഹോദര, എനിക്കുള്ളത് തന്നു, എൻ്റെ മക്കൾക്കുള്ളത് താ എന്ന് പറഞ്ഞ് സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും മാതൃക കാണിച്ചു തന്നു. വിശുദ്ധ മരിയ ഗൊരെത്തിയുടെ ഘാതകൻ 27 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം മോചിതനായി ആദ്യമെത്തിയത് ക്ഷമ പറഞ്ഞത് മരിയ ഗൊരെത്തിയുടെ അമ്മയുടെ അടുത്താണ്. അലക്സാണ്ടറോട് പൂർണ്ണമായി ക്ഷമിച്ച ആ അമ്മ അവനെ അനുഗ്രഹിച്ചയച്ചു. സിസ്റ്റർ റാണി മരിയയെ കൊലപ്പെടുത്തിയ സുമന്ദർ സിംഗിനെ 8ാമത്തെ മകനായി സ്വീകരിച്ചതും ക്ഷമയുടെ ഉദാഹരണങ്ങളാണ്. എന്നാൽ ഞാനും നീയുമടങ്ങുന്ന സമൂഹത്തിൽ നാം വേദനിപ്പിച്ചവരോടും നമ്മെ വേദനിപ്പിച്ചവരോടും ആത്മാർത്ഥമായി ഉള്ളിൻ്റെ ഉള്ളിൽ ക്ഷമിക്കാൻ സാധിച്ചിട്ടുണ്ടോ നമുക്ക്? നിന്റെ ജീവിതം തകർത്തവരെ, നിന്റെ കുടുംബം ഇല്ലാതാക്കിയ വ്യക്തികളെ കാലം നിന്റെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ സ്നേഹത്തോടെ സ്വീകരിക്കാൻ സാധിക്കുമോ? ഒരു പ്രശസ്തമായ ഹോട്ടലിൽ ഒരു പ്രായം ചെന്നയാൾ ചായ കുടിക്കാനായി ഇരുന്നു. പെട്ടെന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് എല്ലാം ക്ലീൻ ചെയ്യുന്നു. ഒരു VIP ഗസ്റ്റായി എത്തുന്നുണ്ട് എന്ന് ഒരു അനൗൺസ്മെൻറ്റും വരുന്നു. പെട്ടെന്ന് തന്നെ ഒരു കാർ വന്ന് നിൽക്കുന്നു. അതിനനുഗമിച്ച് മറ്റു കാറുകളും. അതിൽ നിന്നും ഇറങ്ങിയ അംഗരക്ഷകർ ഓടി വന്ന് വഴിയൊരുക്കുന്നു. സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് കടന്നു വരുന്നു. തനിക്കൊരുക്കിയ ടേബിളിലിരുന്നു. കുറച്ച് അകലെയുള്ള ടേബിളിലിരുന്ന് ചായ കുടിക്കുന്ന വൃദ്ധനെ ശ്രദ്ധിച്ച പ്രസിഡന്റ് അംഗരക്ഷകരോട് ആ വൃദ്ധനെ തന്നോടൊപ്പം ചായ കുടിക്കാൻ ക്ഷണിച്ചു. എന്നാൽ പ്രസിഡന്റിനോടൊപ്പം ചായ കുടിക്കാൻ, സന്തോഷിക്കാനും സംസാരിക്കാനും അവസരം കിട്ടിയിട്ടും തലയുയർത്തി നോക്കാതെ, ചായ മുന്നിൽ വന്നപ്പോൾ തലയുയർത്താതെ തന്നെ കണ്ണിൽ നിന്നും വീഴുന്ന കണ്ണീർ ടവൽ കൊണ്ട് തുടയ്ക്കുകയും കൈവിറയ്ക്കുകയും ചെയ്യുന്നുണ്ട് ആ വൃദ്ധനെ. സിയു എന്ന് പറഞ്ഞ് പ്രസിഡന്റ് അവിടെ നിന്ന് എണീറ്റ് കാറിൽ കയറി. പ്രസിഡന്റിനോട് പ്രിയപ്പെട്ട അംഗരക്ഷകൻ പറഞ്ഞു, പാവം മനുഷ്യനല്ലേ, ക്ഷീണം കൊണ്ട് കൈവിറയ്ക്കുകയും കരയുകയും ചെയ്യുന്നല്ലേ. ഇത് കേട്ട പ്രസിഡന്റ് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഞാൻ സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് നെൽസൺ മണ്ടേല. അനേകം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ കിടന്ന ജയിലിലെ ക്രൂരനായ ജയിലറാണ് അയാൾ. കരുണയ്ക്ക് വേണ്ടി ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും ക്രൂരനായി ശിക്ഷിക്കുകയും ദാഹജലം ചോദിച്ചപ്പോൾ മൂത്രം കുടിപ്പിക്കുകയും ചെയ്യിച്ച മനുഷ്യനാണ്. ഇന്ന് പ്രസിഡന്റായ ഞാൻ ചെയ്ത പ്രവൃത്തി മൂലമാണ് കണ്ണ് നിറഞ്ഞത്. അതിനാൽ നമ്മെയും ഭവനത്തെയും നശിപ്പിച്ചവരെ കാലം നമ്മുടെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ ആത്മാർത്ഥമായി ക്ഷമിച്ചു എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ എനിക്കും നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ.